ബഹുമാന്യരായ ഈ നല്ല പരിപാടിയുടെ സംഘാടകരെ, എൻ്റെ മുന്നിലിരിക്കുന്ന കുടുംബശ്രീയിലെ സഹോദരിമാരെ, ക്ഷണിതാക്കളെ, വിശിഷ്ട അതിഥികളെ, ഞാൻ നമ്മുടെ പ്രസാദ് നൂർനാടാണ് എന്നോട് വിളിച്ച്. ഞാൻ കൊച്ചിയിലായിരുന്നു. ചേച്ചി ഇങ്ങനെ അടൂര്. അപ്പം ഞാൻ പറഞ്ഞു പ്രസാദില്ല. പണ്ട് ഞാൻ പ്രസാദിൻ്റെ സീരിയൽ അഭിനയിക്കുമ്പോൾ 30-40 വയസ്സേ ഉള്ളൂ. ആ ഒരു ഓർമ്മയിൽ ഇങ്ങോട്ട് പോര് അങ്ങോട്ട് പോരെന്നൊക്കെ അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രസാദെ 70 വയസ്സായി. ഇനി ഞാനിങ്ങനെ കാറിൽ തെക്കോട്ടും വടക്കോട്ടുമൊക്കെ നടക്കുമ്പോൾ 2 മക്കളെ വയ്ക്കും. ഞങ്ങളാരെങ്കിലും ഒന്ന് വിളിച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര അവശതയാണ്. പരിപാടിക്ക് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിൽ എനിക്കടുത്ത് അറിയാവുന്ന ഒരു വ്യക്തി കൂടെ ഉണ്ട്, നമ്മുടെ ഷംനാദ്. കാരണം വേറൊന്നുമല്ല, ഷംനാദ് പുതുശ്ശേരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സിനിമാക്കാർക്ക് കുറച്ച് കാലമായിട്ട് അറിയാം. അദ്ദേഹം ഏഷ്യാനെറ്റിൽ, പിന്നീട് സൂര്യ, അത് കഴിഞ്ഞ് സി കേരളോ, ഇവിടൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വ്യക്തിപരമായിട്ടൊരു മുദ്ര പതിപ്പിച്ചിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഷംനാദാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഷംനാദിനൊരു ചെറിയ കൊട്ട് കൊടുക്കട്ടെ ആദ്യമേ. കാരണം ഞാനിവിടെ വന്ന് കയറി വഴി തെറ്റി, ഒരു 1 വേ കൂടെ വന്ന് ഇങ്ങോട്ട് കയറി. അപ്പോൾ ഇതാ സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുമ്പിൽ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇവിടെ വരാമെന്ന് ഏറ്റ വീണ. അത് രാഷ്ട്രീയപരമായിട്ടല്ല, പുള്ളിക്കാരത്ത് ഇന്ത്യ വിഷനിലുണ്ടായിരുന്നു, പണ്ടറിയാമല്ലോ. അപ്പോൾ അന്ന് ഇൻ്റർവ്യൂവിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 പേരുടെ തല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഷംനാദിനോടോ പ്രസാദിനോടോ ചോദിച്ചാൽ ഇത് തന്നെയാണോ സ്ഥലം? നമ്മുടെ തലയൊന്നും ഇല്ലല്ലോ ഇതിനകത്ത് എന്ന് ഞാൻ പറഞ്ഞത് തമാശാണ്. കാരണം എനിക്ക് ഈ പരസ്യം ഒട്ടും വേണ്ട എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്ന ആളാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ആരാണ്ടോ പറഞ്ഞതിൻ്റെ തൊട്ട് മിണ്ടാതിരിക്കുമ്പോൾ പോലും മിണ്ടണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കും. അതിൽ അഗ്രഗണ്യരാണ് സോഷ്യൽ മീഡിയ. എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് ടി വിയിൽ വന്നു. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു വാചകം എടുക്കും. നമ്മൾ ചിലപ്പോൾ പറയാം അങ്ങനെയാണ് രാഷ്ട്രീയക്കാരിത് ശ്രദ്ധിക്കണം, ഭരണാധികാരികളിത് ശ്രദ്ധിക്കണം, മന്ത്രി ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പം തുടക്കവും ഇല്ല അവസാനവും ഇല്ല. മന്ത്രിക്ക് ശ്രദ്ധ കുറവാണെന്ന് മല്ലികാ സുകുമാരൻ ഇങ്ങനെയാണ് വരുന്നത്. എന്ത് ചെയ്യും? ഇപ്പം എവിടെ പോയി ഒന്നും മിണ്ടാനൊക്കാത്ത അവസ്ഥയാണ്. പക്ഷേ ഇത് അതല്ല. ഞാനെപ്പോഴും പറയും, ഞങ്ങളുടെ ഒറ്റക്കാര്യം കുടുംബശ്രീക്കാരോട് എനിക്കൊരു താണു വീണ അപേക്ഷയുണ്ട് കേട്ടോ. കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നവരൊക്കെ കുടുംബശ്രീയുടെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഉള്ളതാണോ എന്തോ ഈശ്വര. ഞാൻ എന്നിട്ട് ചോദിച്ചു, എല്ലാ മാസവും ശമ്പളം കഴിഞ്ഞ് മാസത്തിലൊരു 5 ദിവസം പോകും. ഞങ്ങൾക്കൊരു ലോൺ കിട്ടും അമ്മ, അതിനൊന്ന് പോയിച്ച് വരട്ടെ, ഞങ്ങൾക്കിന്ന് മീറ്റിംഗ് ഉണ്ടമ്മ. അപ്പം ഞാൻ ഈ 5 ദിവസത്തെ ശമ്പളം എനിക്ക് കുടുംബശ്രീ തിരിച്ചു തരുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുമെങ്കിലും അയ്യോ കഷ്ടം. ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് കുടുംബശ്രീ എന്ന് ഞാൻ പരിപൂർണമായിട്ട് സമ്മതിക്കുകയാണ്. നിങ്ങളെന്തൊക്കെയോ ലോൺ കൊടുക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം വാങ്ങിച്ച് പോക്കറ്റ് വെച്ച് എന്നോട് ചോദിക്കും ഇച്ചിരി പൈസ കടം. അത് വേറെ. ചേച്ചിക്ക് എന്ത് തന്നാൽ ഒരു 10,000 രൂപ ചേച്ചിക്ക് എന്തോന്നൊക്കെ പറഞ്ഞിട്ടൊന്നും എൻ്റെ കയ്യിലാണ് പൈസ. എൻ്റെ മക്കളുടെ അഭിനയം കണ്ടുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്, അല്ലാതെ നമ്മൾ ഇതിന് മാത്രം കാശൊന്നും ഉണ്ടാക്കുന്നില്ല. ഏതായാലും പത്തനംതിട്ട ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങളെ അവരുടെ മികച്ച സേവനത്തിൽ ആരൊക്കെയാണെന്ന് തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കാനും അവരെ എല്ലാവരെയും കൂടെ ഒരു സ്ഥലത്ത് വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുമൊക്കെ അത് സ്പോൺസർ ചെയ്യാനും നടത്താനുമൊക്കെ സന്മനസ് കാണിച്ച ഷംനാദ്, പ്രസാദൊക്കെ പലരുണ്ട് ഇതിൻ്റെ പിന്നിലെങ്കിലും എൻ്റെ യഥാർത്ഥ സഹായികൾ വേറെ ഉണ്ടാവും എന്നുള്ളത് 100% എനിക്കറിയാം. അവരോടൊക്കെ ഞാൻ എൻ്റെ ഹാർദ്യമായ അഭിനന്ദനങ്ങൾ ആദ്യമേ അറിയിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയട്ടെ, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചില ഇൻ്റർവ്യൂവിലോ അല്ലെ എവിടെയെങ്കിലുമൊക്കെ കേട്ടറിയാം, ഏത് പാർട്ടിയുടെ മന്ത്രിയായാലും ഏത് പാർട്ടിയുടെ MP ആയാലും MLA ആയാലും ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ട് സംസാരിക്കാറില്ല. സ്നേഹപൂർവ്വം ഞാൻ പറയാറുണ്ട്, വേണ്ട സാർ,
എന്തെല്ലാം ഈ ലോകത്ത് നടക്കുന്നു, ഏതെല്ലാം വഴി കൂടെ ആൾക്കാർ കാശുണ്ടാക്കുന്നു. പാവങ്ങൾ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അവർക്ക് പോയി ചെന്ന് പറയാനൊരു ഇപ്പം ഒരു താല്പര്യപൂർവ്വം ഒരു കാര്യത്തിന് എന്നെ ക്ഷണിക്കുന്നുണ്ട്. എനിക്ക് ശമ്പളമൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അതായത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, അത് കുടുംബശ്രീ ആവട്ടെ, ഉദ്യോഗസ്ഥരാവട്ടെ, സാംസ്കാരിക പ്രവർത്തകരാകട്ടെ, അല്ലെങ്കിൽ സിനിമയാവട്ടെ, ഇവിടെയൊക്കെയുള്ള സ്ത്രീകളുടെ പരാതികൾ വേണ്ട സമയത്ത് വേണ്ടിടത്ത് കൃത്യമായിട്ട് എത്തുന്നില്ല. ഞാൻ പറയും എങ്ങനെ എത്തും? അവർ പഞ്ചായത്ത് പോലെ തുടങ്ങണം, തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഒന്നില്ലേ കൗൺസിലർ, അല്ലെങ്കിൽ MLA, അല്ലെങ്കിൽ MP, ഇതൊക്കെ ശുപാർശ ചെയ്ത് ഇങ്ങെത്തുമ്പോൾ മാസം ഒന്ന് പോയി കിട്ടും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എൻ്റെ ഇൻ്റർവ്യൂ കേട്ടിട്ടുള്ളവർക്കറിയാം. 15 വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്, ലീല ജോൺസൺ എന്നാണ് പേര്. വളരെ ഭക്തിപൂർവ്വം യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയൊക്കെ വിളക്കും കത്തിച്ച് എൻ്റെ വീട്ടിൽ സന്ധ്യയ്ക്കിരുന്ന് വായിക്കുന്ന ഒരു നല്ല ചേച്ചി. 15 വർഷമായിട്ട് എൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഇപ്പം ഏതാണ്ട് ആരോഗ്യ പരിരക്ഷയോ ഇതൊക്കെ പത്രത്തിൽ കാണുന്നല്ലോ. അത് തന്നെ ചേച്ചി, ഞങ്ങളൊക്കെ അപ്ലൈ ചെയ്തു, ഇപ്പം വരുമെന്ന് പറഞ്ഞു. ഞാൻ പറയാണ്ട് കേരളത്തിലോ പാലക്കാട് തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പം 1.5 ലക്ഷം പേർക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പം ഇവർക്ക് പാവം ഈ മക്കളും മരുമക്കളും ഒക്കെ അത് തന്നെ അമ്മയ്ക്ക് അയച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ പഞ്ചായത്ത് ചെന്ന് ചോദിച്ചപ്പോൾ, എന്നിട്ട് ഒന്നും അറിയാൻ വയ്യ. സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയണം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോസ്റ്റ് ഓഫീസിൽ, ഞാൻ ഈ കഥ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് കാട്ടാക്കട പോസ്റ്റ് ഓഫീസിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ത്രീക്ക് അവിടുന്ന് അയച്ചു, 2-3 മാസമായി. ഇപ്പം നിങ്ങളൊക്കെ ഇനിയിപ്പം ഇലക്ഷനൊക്കെ വരുന്നത്, കഴിഞ്ഞ ഇലക്ഷൻ മുമ്പാണ്, അതിൻ്റെ തിരക്കിലാണോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരൊരു പാവപ്പെട്ട സ്ത്രീയാണ്. ഇപ്പം എൻ്റെ കൂടെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നല്ല ഡോക്ടർമാരെയൊക്കെ ഞാൻ എൻ്റെ വണ്ടിക്കകത്തൊക്കെ കൊണ്ടുപോയി കയറ്റി കാണിക്കും. പക്ഷേ എപ്പോഴും നടക്കുമോ അത്? അപ്പോൾ അത് എവിടെ പോയി കാർഡ്? മേഡം അത് ഞാൻ 1 മിനിറ്റേ, ഞാൻ പറഞ്ഞല്ല 1 മിനിറ്റോ 10 മിനിറ്റോ ഞാൻ ഫോൺ ഹോൾഡ് ചെയ്യാം, എനിക്കറിയണം ഈ സ്ത്രീക്ക് കാർഡ് അയച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ കുറച്ച് അവരുടെ സ്വരം ഒന്ന് മാറി. മേഡം അതെ, കാട്ടാക്കട പോസ്റ്റ് ഓഫീസിൽ നിന്ന് അടുത്തുള്ള ഉറിയാക്കോട് പോസ്റ്റ് ഓഫീസിലെ ഒരു റൂമിൽ കുറച്ച് ബണ്ടിലുകൾ ഇരിപ്പുണ്ട്, ചിലപ്പോൾ അതിനകത്ത് കാണും. ഞാൻ പറഞ്ഞു ബണ്ടിലുകളോ? അല്ല അതെ, ഇവിടെ തിരക്കായതുകൊണ്ട് 2 മാസമായിട്ട് വന്ന കാർഡുകൾ ഞങ്ങൾക്ക് ഒന്ന് നോക്കി പരിശോധിച്ച് എത്തിക്കേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല, 2 മാസമായിട്ട്. ഞാൻ പറഞ്ഞു മാഡം, ഇന്ന് വരെ മല്ലികാ സുകുമാരൻ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊടിയും പിടിച്ച് സത്യാഗ്രഹം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇനിയും ഞാൻ ചെയ്യത്തില്ല. പക്ഷേ ഞാൻ നാളെ അവിടെ വരും, ഒരു കസേരയിട്ട് ഞാൻ ഓഫീസിൻ്റെ പുറത്തെങ്കിലും ഞാൻ ഇരിക്കും. 63 വയസ്സാവുന്ന ആ സ്ത്രീക്ക് 48ാമത്തെ വയസ്സിൽ എൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ എനിക്ക് കാർഡ് കിട്ടണം. മാഡം ഒരു കാര്യം ചെയ്താട്ടെ, ഞാൻ ഇപ്പം തന്നെ ഉറിയാക്കോട് പോകാം, മാഡം അവിടെ വന്നാൽ മതി. നിങ്ങളിത് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. അവിടെ ചെന്ന് നിന്ന് ഒരു 5-6 ചാക്ക് ഇങ്ങനെ കുടഞ്ഞ് ഇട്ട് പൊടിയടിച്ച്, ഈ ആരോഗ്യ പരിരക്ഷ കാർഡുകളാണ് പ്രദേശത്തുള്ളവർക്കൊക്കെ വന്നിരിക്കുന്നത്. എൻ്റെ ഭഗവാനെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണെന്നും പറഞ്ഞു. ശരി, അവസാനം ഈ സ്ത്രീക്ക് വന്നിട്ടുണ്ട്, സത്യമാണ്. 3.5 മാസത്തിന് മുമ്പ് അവരയച്ചിരിക്കുന്നു 5 ലക്ഷം രൂപ. ആ കാർഡ് കൊണ്ട് കാണിച്ചാൽ അവർക്ക് ഏതാണ്ട് ഇൻഷുറൻസ് പോലാണ്ട് കിട്ടും. ഞാൻ പറഞ്ഞു മാഡം ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? മാഡത്തിന് പെട്ടെന്ന് പൈസയ്ക്കൊരാവശ്യം വരില്ലേ? എല്ലാവർക്കും വരും. അപ്പോൾ പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടി ഈ 62ാം വയസ്സിലും ഒരു വീട്ടിലെ ചട്ടിയും കലവും കഴുകി കിടക്കുന്ന ഒരു പ്രായം ചെന്ന സ്ത്രീക്ക് നിങ്ങളിത് ചെയ്യാവോ? ഞാൻ ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. ഏതായാലും വലിയ സോറിയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കാം. അവിടുത്തെ ലോക്കൽ പാർട്ടിക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അന്വേഷിച്ചൂടെ എത്ര പേർക്ക് അയച്ചു ഈ പഞ്ചായത്തിലെന്ന്? ഇതൊന്ന് എത്തിച്ചു കൊടുത്തൂടെ? അങ്ങനെയല്ലേ പാർട്ടി വളർത്തേണ്ടത്? ആരും വേണ്ടുന്നില്ല. കാര്യം പറഞ്ഞു മാഡം പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. എന്തുവാ നമ്മൾ ഇതിനൊക്കെ ഉത്തരം പറയുന്നത്? നീ നേരത്തെ കൊടുത്താൽ ഇത് കൊടുത്തവനാരാന്ന് അന്വേഷിച്ചിട്ട് അവർക്ക് വോട്ട്. ഈ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളാണ് മനസ്സിൽ. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ. ഞാനാണ് പറഞ്ഞത്, കുടുംബശ്രീക്ക് അങ്ങനെ ഒരു നല്ല പങ്ക് വഹിക്കാൻ സാധിക്കും. ഞാൻ കൂടെ വേണമെങ്കിൽ അതിന് ഉത്സാഹിക്കാം.
കാരണം ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് വരുന്ന സഹായങ്ങളുടെ ഒരു ലിസ്റ്റ് അതാത് കുടുംബശ്രീകളിൽ എത്തിച്ചാൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും. ചേച്ചി, ഇത് ചേച്ചിക്ക് കിട്ടിയോ? ചേച്ചിയുടെ മക്കളുടെ കല്യാണത്തിനുള്ള പൈസ കിട്ടിയോ? ഇത് ഇങ്ങനെ കിടക്കുകയാണ് ഓരോരുത്തർക്ക്. ഇനി വേറെ പേരിലൊക്കെ വല്ലവരും അടിച്ചുകൊണ്ട് പോകുന്നതൊന്നും എനിക്കറിയാൻ വയ്യ. കാരണം അത്ര വിശദമായ അന്വേഷണത്തിനുള്ള സ്വാധീനമൊന്നും ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഞാൻ പോകാറില്ല. ഞാനിതൊക്കെ ഇവിടെ പറയാൻ കാര്യം, ഇപ്പോൾ ആ രീതികളിൽ ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കുടുംബശ്രീയും മറ്റുള്ള നാട്ടുപുറത്തെ പെണ്ണുങ്ങളുടെ ചില ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ചിട്ടി നടത്തലും കുടുംബശ്രീയും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, ഇതൊക്കെ കൊണ്ടൊക്കെ കുടുംബം കഴിഞ്ഞ് പോകും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, പ്രായമായ ആമക്കൾ കല്യാണം കഴിച്ച് വീട്ടിൽ താമസിക്കുന്നവരെ വരെ വയസ്സായ അമ്മമാർ നോക്കേണ്ട ഒരു രീതിയാണ് ഒരു 60% വീടുകളിലും ഉണ്ട്. മോന് ജോലിയുണ്ട് വേണം, എന്നും പണിയില്ല, വല്ലപ്പോഴേ ഉള്ളൂ. അപ്പോൾ അപ്പം കിട്ടുന്നത് കൊണ്ടുവരും, എന്തോ കാണും. അത് അയാളുടെ ഭാര്യയ്ക്ക് കൊച്ചുങ്ങൾക്ക് പോലും കൊടുക്കാൻ തികയത്തില്ല, അയാളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം ജോലിയില്ലായ്മ. എന്നാൽ ജോലിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമോ? എൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പുരാണം കളയ്ക്കാൻ ഒരാളെ വിളിക്കും. ഒരു 9 മണിക്ക് വരും. വന്ന് എല്ലാം ഞാനിതൊക്കെ കണ്ട് ചിരിക്കും കേട്ടോ. മമ്മട്ടിയും കൂന്താലിയും അതും ഇതൊക്കെ എടുത്ത് നിരത്തി അങ്ങ് വെക്കും. അപ്പോൾ ഒരു 9:30 അവിടെ കാപ്പി കുടിച്ചിട്ട് വരാമേ. അപ്പം അയ്യോ കാപ്പി കുടിച്ചില്ലായിരുന്നു 9 മണിക്ക് വന്നപ്പോൾ. ഇല്ല. പിന്നെ ഒരു കാപ്പി കുടി, അതിന് പോയിട്ടൊരു 10:30 വരും. ഒരു 12:30, 12:45, 1 മണി വരെ അവിടെ ഇവിടെയൊക്കെ തട്ടി നിൽക്കും, തമാശ പറയും, സിനിമാ കഥ പറയും. 1 മണിയാകുമ്പോൾ അവിടെ ഉണ്ടിട്ട് വരാമേ. ഉണ്ടു. ഇങ്ങനെ ഒരു 2-3 ദിവസം കൊണ്ട് തീർക്കാവുന്ന ജോലി ഒരു 8 ദിവസം എടുക്കും. കൂലി കിട്ടാനായിരിക്കാം, ഞാനെന്നും കുറ്റം പറയല്ല. പക്ഷെ അവരുടെയൊക്കെ ഒരു ഗതികേട് അത് മുഴുവൻ അവർ കാണിക്കുന്നത് നമ്മളെപ്പോലെ കൃത്യമായിട്ട് കാശ് കൊടുക്കുന്നവരോട് അല്ല. ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ നടക്കുമ്പോൾ അവിടെ ചെന്ന് പ്രതികരിക്കാനുള്ളൊരു ശക്തി, ആ ഒരു ആർജവം പലർക്കുമില്ല. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. പണ്ട് TN ശേഷനെ ആദ്യമായിട്ട് ഞാൻ കേരളത്തിൽ കൊണ്ടുവന്നത് ഞാനാണ്. അന്ന് അദ്ദേഹം പറയും, ഒരുപാട് കുട്ടികളെ കെമിസ്ട്രി പഠിപ്പിക്കാൻ ടീച്ചേഴ്സുണ്ട്, കണക്ക് പഠിപ്പിക്കാനുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കാനുണ്ട്, ഹിന്ദി പഠിപ്പിക്കാനുണ്ട്. അയ്യോ മല്ലിക, നമുക്ക് ടീച്ചേഴ്സ് ഇല്ലാത്തത്. യു ഡോണ്ട് ഹാവ് ടീച്ചേഴ്സ് ടു ടീച്ച് യു വാട്ട് ഈസ് ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ടീച്ചർമാരില്ല. ഇത് ഞാൻ സ്കൂളുകളിൽ പറയുന്ന ഒരു വാചകമാണ്. ഇതൊക്കെ ഇവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ, കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലേ, അതായത് കൂടുമ്പോൾ ഇമ്പം തോന്നുന്നതാണ് കുടുംബം. ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ കുടുംബം ശ്രീ, ഐശ്വര്യമുള്ള ഒരു കുടുംബമായിട്ട് തന്നെ നിങ്ങളുടെ ഈ സംഘടനകൾ, അത് ഏത് ജില്ലയായാലും ശരി, നിങ്ങൾ തമ്മിൽ ഒരു ആശയവിനിമയം വേണം, ഒരു ഒത്തുചേരൽ ഇതുപോലെ ഇടയ്ക്ക് വേണം. നിങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ, ഭയങ്കര സഹായങ്ങളൊന്നും വലിയ ബിസിനസ്സുകാരെ പോലെ ചെയ്തില്ലെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞങ്ങളൊക്കെ, ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത്, ഞാൻ താമസിക്കുന്ന കുണ്ടമൺകടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഇതുപോലെ ഒരു കുടുംബശ്രീയുടെ പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. അണ്ണാൻ കുഞ്ഞിലും തന്നാലായതെന്ന് പറയുന്ന പോലെ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു കുഞ്ഞിന് ഒരു നഴ്സറി സ്കൂളിലൊരു അഡ്മിഷനോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടറോട് വിളിച്ച് പറഞ്ഞ് 35,000 ബില്ല് നമ്മളൊരു 20,000 ആക്കും. കാരണം ഇന്ന് ഒരുവിധപ്പെട്ട എല്ലാ ആശുപത്രികളിലെയും പ്രഗത്ഭരായ ഡോക്ടർമാർ എൻ്റെ ചേട്ടൻ പഠിപ്പിച്ചവരാണ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന മോഹൻ അടക്കമുള്ളവർക്ക് അറിയാമായിരിക്കും. ഡോക്ടർ MV പിള്ള എന്ന് പറയുന്ന ഏക സഹോദരൻ, അദ്ദേഹം അമേരിക്കയിലെ വലിയ ക്യാൻസർ വലിയ ഡോക്ടറാണ്. WHO ഓങ്കോളജിയുടെ ഹെഡായിട്ടും കൺസൾട്ടൻ്റായിട്ടും അദ്ദേഹത്തിന് അമേരിക്കൻ ഗവൺമെൻറ് എടുത്തു. പക്ഷേ 6 മാസവും കേരളത്തിലാണ്. അദ്ദേഹമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കൊണ്ടുവരാൻ ഒരു പ്രധാന പങ്ക് വഹിച്ചത്. അപ്പോൾ എൻ്റെ ചേട്ടനും എന്നോട് പറയും, അതുപോലെയൊക്കെയുള്ള സഹായങ്ങൾ ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇത് പുറത്ത് പറയുന്നത് എങ്ങനെ, നാളെക്കിടവോ ഇനി തട്ടിപ്പോവും. ഇല്ല 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 ഇല്ല, ക്യാൻസറിന് വരെ നല്ല മരുന്നുകളുണ്ട്. ഇപ്പം ആദ്യത്തെ 2ാം സ്റ്റേജ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്ത് ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഈ അസുഖമൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ലേറ്റായാൽ അതുപോലെ വഷളാവുകയും ചെയ്യും. ഞാൻ ഈ കഥയൊക്കെ ഇങ്ങനെ പറയുന്നത് ഈ കുടുംബശ്രീയുടെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ വക കാര്യങ്ങളുണ്ടല്ലോ, അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, ഒരു അവയർനെസ് പ്രോഗ്രാം.
അതിപ്പോൾ ക്യാൻസർ ആവട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളാകുമ്പോഴത്തേക്കും ഗൈനക്കോളജി, ഗർഭപാത്ര സംബന്ധമായിട്ടും അതും ഇതും, ഒരു ബ്രസ്റ്റ് ക്യാൻസർ, ഒരുപാട് സെമിനാറുകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിങ്ങളുടെ അടുത്ത് ചെങ്ങന്നൂരുള്ള ചെറിയാൻ ഹോസ്പിറ്റൽ ഒരു മിടുമിടുക്കി ഡോക്ടർ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഡോക്ടർ സാറ. എനിക്കറിയാവുന്ന ഒരു പേഷ്യൻറ്റിനെ ആ വീട്ടുകാർ തന്നെ പറഞ്ഞു ഏതാനും ദിവസം കൂടെ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അയച്ചു. ക്യാൻസർ ആണെന്ന് തോന്നി, പക്ഷെ അതത്ര അങ്ങോട്ട് ഒരുപാട് വഷളായില്ല, എന്നാലും ഒരുവിധം വഷളായി. പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇഞ്ചക്ഷനുമൊക്കെ വരുത്തി. എൻ്റെ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. ഈശ്വര, ഞാൻ പോലും ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ആ ചേച്ചിക്ക് വേണ്ടി. സുഖമായിട്ടിപ്പോൾ ആ വീട്ടിലുണ്ട്. ക്ഷീണമുണ്ട്, അതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും തന്നെ താനെ ഇപ്പോൾ പോയി കാപ്പിയൊക്കെ ഇട്ട് കുടിക്കും. അപ്പോൾ അതാണ് ഭയം മാറ്റിവെക്കുക. എല്ലാവരും ഭൂമിയിലോട്ട് വന്നാൽ ഒരു ദിവസം പോകണം, അത് അദ്ദേഹം തീരുമാനിക്കുക എന്നുള്ളത്. അതുവരെ നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സംവിധാനം തരണേ ഭഗവാനെ, അല്ലെങ്കിൽ ദൈവം തമ്പുരാനെ എന്ന് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചാലും, കർത്താവിൻ്റെ മുമ്പിൽ പോയി നിന്ന് കുർബാന ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചാലും, അതല്ലേ ജുമാ സമയത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോഴായാലും ശരി, ആ നല്ല വിചാരങ്ങളും നല്ല ചിന്തകളും മനസ്സിൽ കൊണ്ട് നടക്കുക. ഇവിടെ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് ചുമ്മാ പറഞ്ഞോളൂ, എന്തിനാണെന്നുള്ള ഒരു പിടിയില്ല. അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് മിണ്ടാതെ ഞാൻ എനിക്ക് ഒരുത്തരോടൊന്ന് കയർത്ത് സംസാരിക്കേണ്ടി വന്നു, ഫേസ്ബുക്കിലൂടെയും ചാനലിലൂടെയും. കാരണം അങ്ങേർക്കും അറിയാതെ ശുദ്ധ നുണയാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, സത്യമാണോ? പിന്നെ എന്നെ വിളിച്ച് രഹസ്യമായിട്ട് മാപ്പൊക്കെ പറഞ്ഞു. അതാണ് സിനിമയിലെ രീതി, പരസ്യമായിട്ട് കുറ്റം പറയുകയും രഹസ്യമായിട്ട് മാപ്പ് പറയുകയും. ഇതാണ് സിനിമ. അതുപോട്ടെ, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. എന്തായാലും ഇന്നത്തെ ദിവസം എന്നെ ഇവിടെ വിളിക്കാൻ മനസ്സ് കാണിച്ച ഷബ്നാദും പ്രസാദും മറ്റുള്ള ഇതിൻ്റെ ഭാരവാഹികളോടുമൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. സ്നേഹമുള്ള എൻ്റെ കുടുംബശ്രീയിലെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, വലിയ ചേച്ചി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമൊക്കെ എന്തായാലും നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടാവും. ചെറിയ ചെറിയ സഹായങ്ങൾ പ്രസാദിനോട് പറഞ്ഞാൽ മതി. ഞാൻ മാത്രമല്ല, പ്രസാദ് കൂടി ഇടാൻ പറയണം കുറച്ച് പൈസ കേട്ടോ, അങ്ങനെ സൂചിക്കണ്ടാലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഒന്നിച്ച് മുന്നോട്ട് പോകാം. നാട്ടിനും നാട്ടിലെ വനിതകൾക്കും ഒരു എന്താ പറയുക, ഒരു ഉന്മേഷം കൊടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവൃത്തികൾ ഇനിയും നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലുള്ള സംഘടനകൾ മാത്രമല്ല ഈശ്വരൻ കൂടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. പ്രത്യേകിച്ചും ഇവിടെ പുരസ്കാരങ്ങൾ വാങ്ങാൻ പോകുന്നവർക്ക് കുറച്ചുകൂടി ഹാർദമായി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമസ്കാരം.